നമുക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് തന്നെ പോകാം. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാ കാലത്തും കേൾക്കുന്നതാണ് ആശങ്ക, ഉരുൾപൊട്ടൽ വരാൻ പോകുന്നു, വെള്ളം കയറുന്നൊക്കെ. എന്താണ് ആശങ്ക തന്നെയാണ്. ഇത് നമുക്ക് എല്ലാ മഴക്കാലം വരുമ്പോഴും ആശങ്കയാണ്. വെള്ളം മുല്ലപ്പെരിയാർ കൂടുന്നതിന് ആശങ്ക കൂടിക്കൊണ്ടേയിരിക്കും. കുറയുന്നതനുസരിച്ച് നമ്മുടെ ആശങ്ക കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു ചെറിയ ആശ്വാസം എന്നിട്ട് വേറൊന്നും പറയാൻ പറ്റുകയില്ല. ഇതിപ്പം പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇപ്പം നേരെ വിപരീതമാണ്. 2 മണിക്കൂർ മഴ പെയ്താൽ നമുക്ക് പേടിയാണ്. കാര്യം അളവിൽ കൂടുതൽ മഴയാണ് എല്ലായിടത്തും പെയ്യുന്നത്. ഒന്ന്. രണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഈ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ദുർബല മേഖല പ്രദേശമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. 1. 2. ഈ 900 മീറ്റർ താഴെയായിട്ട് ഇതിൻ്റെ പുതിയ ഡാമിൻ്റെ സർവേ, ബോറിങ് ഇതെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇത് എന്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? ഈ ഡാമിൻ്റെ പണിയോ കാര്യങ്ങളോ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? നീ വെള്ളം കൂടുന്നതനുസരിച്ച് കൊണ്ടുപോവുക, കുറയുന്നതനുസരിച്ചല്ല താഴെ ഒരെണ്ണം പണിതാൽ ഇത് നമ്മൾ വെള്ളം കുടിച്ചു ചേർത്താലും 4 ജില്ലക്കാർ വെള്ളം കുടിക്കാതെയും ചാവും. ബാക്കിയുള്ള ഇവിടെയൊക്കെ ചെളി വന്ന് മൂടിപ്പോയാലും ബാക്കിയുള്ള ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ചത്ത പൊങ്ങി ഈ പകർച്ചവ്യാധിയും പിടിച്ച് കുറയണം, അങ്ങനെയും പോകും. 1. രണ്ടാമത് ഇത് പണിയാൻ വഴി എന്നിട്ട് ഞമ്മളെ സൗദി ജയിലിലാണ് തല വെട്ടിക്കളയാൻ പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും വെട്ടിക്കളയും. ഇത് വെട്ടത്തുമില്ല, ഞങ്ങളെ കൊല്ലത്തുമില്ല. ഇങ്ങനെ തീറ്റയും തന്നിങ്ങനെ ഇട്ടുണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാ മഴക്കാലത്ത് എല്ലാവരും വരും. വിശദമായിട്ട് ചേട്ടനിലേക്ക് വരാം. എന്താണ് ഒരു പോക്കറ്റ് ബൈബിൾ തന്നെ വൃത്തി കാണിച്ചിരുന്നത്? ബൈബിള് കാണിച്ചു. ഞങ്ങളുടെ സുരക്ഷിതം നമ്മുടെ ഡാം സുരക്ഷിതമായിട്ടിരിക്കണം. തമിഴ്നാടിന് വെള്ളം വേണം. ഞങ്ങളുടെ കേരളത്തിലുള്ളവർ കുമിളിക്ക് ഉള്ളവർ സുരക്ഷിതമായിട്ട് ഇരിക്കണം. ഇതിന് 2 സർക്കാരും കൂടെ ഒരേ തീരുമാനത്തിൽ വന്ന് അതിനൊരു മുൻകൈയെടുത്ത് അവർ ഞങ്ങളെയും സംരക്ഷിക്കണം, തമിഴ്നാടും സംരക്ഷിക്കണം. മഞ്ജുഷ വളരെ ലഘുവാണ് അദ്ദേഹത്തിന്റെ വാദം. വെള്ളം കൊണ്ടുപോയിക്കോട്ടെ, എത്ര വേണം, ഞങ്ങളുടെ ജീവൻ തന്നാൽ മതി, ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. 2 സംസ്ഥാനങ്ങളും രമ്യമായി ചർച്ച ചെയ്ത് പരിഹാരം കാണട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, തമിഴ്നാടിന് വെള്ളം, കേരളത്തിന്റെ സുരക്ഷ. ശ്രീ കെ ജെ ജേക്കബ്, ആർക്കും ഇക്കാര്യത്തിൽ എതിർപ്പില്ല. പക്ഷെ താങ്കളും പറഞ്ഞു ഒരു ചർച്ചയുടെ അന്തരീക്ഷം ഉണ്ട് എന്ന്. പക്ഷെ അത് തമിഴ്നാട്ടിൽ സാധ്യമല്ലാത്തതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, അത് രാഷ്ട്രീയ കാര്യം തന്നെയാണ്. കേരളത്തോട് സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ ഭാവി എന്താകും എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ടും തമിഴ്നാട് ഭരിക്കുന്ന സർക്കാരിനുണ്ട്, അവിടുത്തെ ഭരണകക്ഷിക്കുണ്ട്. അതുതന്നെയല്ലേ തടസ്സമായിട്ട് നിൽക്കുന്നത്? മഞ്ജുഷ്, ഞാനൊരു എളുപ്പ വഴി പറയാം. നിങ്ങളുടെ തമിഴ് ചാനലിൽ ഈ നാട്ടുകാർ പറയുന്ന സാധനങ്ങൾ നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നോക്കാം. തമിഴന്മാരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് പുതിയ ഡാം, പുതിയ കരാർ എന്നുള്ള ഒരു മണ്ടൻ മുദ്രാവാക്യം, മണ്ടൻ ഐഡിയ മുമ്പോട്ട് വെച്ചതാണ് തമിഴന്മാരെ ഇത്രയധികം ആശങ്കാകുലരാക്കുന്നത്. പുതിയ ഡാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുതിയ കരാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുറയുമോ, പിന്നെ കേരളത്തിന്റെ ടേംസ് അനുസരിച്ചായിരിക്കും എന്ന് പറയുമ്പം അവരത് സമ്മതിക്കില്ല. അതേസമയം നിങ്ങളിപ്പോൾ ഈ വർത്തമാനം അല്ല 20 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഈ പറയുന്ന വർത്തമാനം കേരളത്തിലെ സാധാരണ മനുഷ്യന്റെ നിലപാട് എന്നുള്ളത് തമിഴ്നാട് വെള്ളം കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താനായാൽ പിന്നെ അവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാവും. അവിടെ സറണ്ടറിന്റെ പ്രശ്നം വരുന്നില്ല. കാരണം ഇപ്പൊ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും കാരണവശാൽ എനിക്കതിൽ ഒരു വിശ്വാസവും ഇല്ല, അത് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും കാരണവശാൽ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തമിഴ്നാടിന് വെള്ളമേ ഇല്ല. അതോടുകൂടി ആ കരാറും പോയി, ആ അണക്കെട്ടും പോയി. പിന്നെ തമിഴ്നാട്ടിലെ 5-6 ജില്ലകൾക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെ സ്കോപ്പില്ല. അത് അവർക്ക് അറിയാവുന്ന കാര്യമാണ്. തമിഴ്നാട്ടുകാർ ബോധമുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വെള്ളത്തിന് കുറവ് വരുന്നതിനെക്കുറിച്ച് കേരളം ആലോചിക്കുന്നേ ഇല്ല എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് തമിഴ്നാടിന് പോയാൽ നമുക്കത് ആ പ്രശ്നം പരിഹരിക്കാൻ. അപ്പോഴും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെയാണല്ലോ തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നുള്ള മുദ്രാവാക്യം വന്നത്. അപ്പോൾ ഈ മെസ്സേജ് തമിഴ്നാട്ടിൽ ഉണ്ട്. പക്ഷെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. ഇപ്പോൾ 5 ജില്ലകൾക്കാണല്ലോ മുല്ലപ്പെരിയാറിലെ വെള്ളം കൊണ്ട് തമിഴ്നാട്ടിൽ ഉപയോഗം കിട്ടുന്നത്. ഈ 5 ജില്ലകളിലെ ഇപ്പോഴത്തെ എംപിമാരുടെ അവസ്ഥ നോക്കിയാൽ പോലും അവിടെ DMKയുടെ എംപിമാരല്ല, 4ഇടത്തും അവിടെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസും ലീഗും CPMന്റെയും എംപിമാരാണ് ഉള്ളത്. ഒരിടത്ത് മാത്രം അണ്ണാ DMKയുടെയും. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ പോലും ഇതിനൊരു പൊളിറ്റിക്കലായിട്ട് അവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഈ പൊളിറ്റിക്കൽ വിഷയം നമ്മൾ ഈ യൂട്യൂബിൽ ആൾക്കാർ പറയുന്നു, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരെ ബഹിഷ്കരിക്കുകയാണ്, രാഷ്ട്രീയ കളി ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് എന്ന് ജനം മനസ്സിലാക്കുകയും ജനം അത് പ്രകടമാക്കുകയും. തമിഴ്നാട്ടിലെ ഒരു വൈകാരിക പ്രശ്നമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ കേരളത്തിലെ CPMന്റെ നിലപാടായിരിക്കില്ല തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചുള്ള CPMന്റെ നിലപാട്.
മഞ്ജുഷ്, എനിക്ക് ഓർമ്മയുണ്ട് ഈ സമരം നടക്കുമ്പോൾ കേരളത്തിൽ തമിഴ്നാട്ടിനെതിരെയാണ് സമരം നടക്കുന്നത്. തമിഴ്നാട്ടുകാർ കേരളത്തിലേക്ക് അയക്കാറുള്ള പാല് വഴിയിൽ ഒഴിച്ചു കളയുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുടെ മനോഭാവത്തിലാണ് ഇതിനു മുമ്പ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. നമ്മളക്കാര്യം അപ്പം അതുകൊണ്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ ഈ ജലബോംബ് എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ നിർത്തണം. എന്ത് അടിസ്ഥാനത്തിലാണ് ജലബോംബ് എന്ന് പറയുന്നത് മഞ്ജുഷ് പറയുന്നത് ഞാൻ ചോദിച്ചാൽ മഞ്ജുഷിന്റെ കയ്യിൽ ഉത്തരവൊന്നുമില്ല. ചിന്തിക്കുന്നുണ്ട് ഈ ജലബോംബ് എന്ന് തന്നെയാണ് സർക്കാരും അങ്ങനെ തന്നെയാണ് ഒരു ജലബോംബായിട്ട് തന്നെ വരുന്നുണ്ട് എന്ന് എത്രയോ വട്ടം മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. അതിന് സംശയമുള്ള കാര്യമാണോ? അതുകൊണ്ടാണ് ഈ ജലബോംബ് മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പുതിയ ഡാം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് സർക്കാർ തന്നെ അംഗീകരിച്ച കാര്യമാണ്. ജനം പറയുന്നതാണ്, നമ്മൾ പറയാതിരുന്നാലും ജനങ്ങൾ ജലബോംബ് അതല്ല ഞാനതാ പറയുന്നത്. ഇപ്പൊ പോലും മഞ്ജുഷ പറയുന്നത് ജലബോംബ് എന്നത് സർക്കാരിന്റെ നിലപാടാണ്. സർക്കാരിന് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റില്ലെന്ന്. അല്ല, അങ്ങനെയാണല്ലോ നിലപാട്. ഏത് മന്ത്രിയാണ് പറഞ്ഞത് ഇത് ജലബോംബ്? താങ്കൾ ഇത് എന്താണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയ ഡാം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പുതിയ ഡാം എന്നുള്ള കാര്യം സർക്കാർ മുന്നോട്ട് വെക്കുന്നത്? വേണ്ട, ആ പഴയ ഡാം തന്നെ മതി എന്നുള്ള നിലപാട് മതിയല്ലോ. 2011 ചങ്ങല എന്തിനു വേണ്ടിയായിരുന്നു ജലബോംബ് എന്ന് നിങ്ങൾ അല്ലല്ല. അതാണ് നിങ്ങൾ ഈ വസ്തുതകളെ നിങ്ങൾ ഒബ്ഫസ്കേറ്റ് ചെയ്യാന്ന് പറയും. അതായത് ഞാനിപ്പോ മഞ്ജുഷോട് ചോദിക്കുകയാണ്, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജലബോംബ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് വെള്ളത്തിൽ സംഭവിക്കും, അതിൽ ആളുകൾക്ക് നാശമുണ്ടാകുമെന്ന് ഒരു വലിയ ജനവിഭാഗം ചിന്തിക്കുമ്പോൾ അതിനോടൊപ്പമേ നിൽക്കാൻ പറ്റുകയുള്ളൂ. ശരിയാണ്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. ഇത് താങ്കൾ പറഞ്ഞ പോലെ ഘടനാപരമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടും ഒന്നും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കുഴപ്പമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ അടിസ്ഥാനമാക്കി. പക്ഷേ ഒരു വലിയ ജനവിഭാഗം കേരളത്തിൽ ചിന്തിക്കുകയാണ്, അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ